നമ്മൾ വീണ്ടും ഒരു രംഗം കണ്ടു കോഴിക്കോട്ടെ കുറ്റ്യാടിയിൽ. അത് മിനിഞ്ഞാന്ന് വൈകുന്നേരമായിരുന്നു. എല്ലാവരും കണ്ട രംഗം ഞങ്ങൾ ആവർത്തിക്കുന്നില്ല, എല്ലാവരും കണ്ടതാണ്. കണ്ട എല്ലാവരും പറയുന്നു ആ ദൃശ്യം ആസ്വാദ്യകരമായിരുന്നുവെന്ന്. ഒരേ മുന്നണി, ഒരേ പാർട്ടി, എല്ലാവരും കതറിട്ടവർ, അവരെല്ലാവരും കൂടി ഇതെല്ലാം അവിടെ കാട്ടിക്കൂട്ടി. ഒരു രാഷ്ട്രീയ പ്രചാര വേലയുടെ ദൗത്യം ഏറ്റെടുത്തവർക്ക് അവർക്ക് തീർച്ചയായിട്ടും ആ ചെയ്തികളും ആ കാഴ്ചകളും ഒന്നും അന്തസ്സുണ്ടാക്കുന്നില്ല. UDF രാഷ്ട്രീയം അകപ്പെട്ടിരിക്കുന്ന ഗതികെട്ട അവസ്ഥയുടെ രഹസ്യപ്രഖ്യാപനമായിരുന്നു ആ ദൃശ്യങ്ങൾ ഓരോന്നും. അതേപ്പറ്റി ഇപ്പോൾ അവർ പറയുന്ന വ്യാഖ്യാനം അതിലും വിചിത്രമാണ്. അവർ പറയുന്നു അത് സ്നേഹത്തള്ളാണ്. ഒരു പുതിയ പദപ്രയോഗം ഉണ്ടായി കേരളത്തിൽ, സ്നേഹത്തള്ള്. സ്നേഹത്തിൻ്റെ ഒരുപാട് ഭാവങ്ങൾ നമുക്കറിയാം. കൈ കൊടുക്കാം, ആലിംഗനം ചെയ്യാം, ഉമ്മ വയ്ക്കാം, അതൊക്കെ ചെയ്യാം സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷെ സ്നേഹത്തള്ള് എന്ന് പറയുന്ന കാര്യം നമ്മൾ ആദ്യം കാണുകയാണ്. സ്നേഹത്തള്ളാണോ സ്നേഹത്തല്ലാണോ? അതാണ് ആ ദൃശ്യം കണ്ടെല്ലാവരും ചോദിക്കുന്നത്. ഒരു വലിയ നേതാവ് ആ ബഹളത്തിൽപ്പെട്ട് താഴെ വീണ കാഴ്ചയും കണ്ടവരുണ്ട്. പല വീഡിയോകളിലും അത് കാണാൻ കഴിയും. അങ്ങനെ വീണ നേതാവിൻ്റെ പേര് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നാണ്. അദ്ദേഹം താഴെ വീണു. ഒരു നേതാവിന് പിടിച്ച് തള്ളി. ആരോ പറഞ്ഞു, ഇപ്പം ഈ മംഗ്ലീഷില്ലേ, മംഗ്ലീഷ് പ്രകാരം തല്ല് എന്നെഴുതാൻ പറഞ്ഞാൽ THALLU. തല്ലെന്നും വായിക്കാം, തള്ളെന്നും വായിക്കാം. ഏതാ ശരി? സ്പെല്ലിങ് ഇതായിരിക്കും മംഗ്ലീഷ് പ്രകാരം THALLU. കുറ്റ്യാടികൾ നടന്നത് തള്ളാണോ തല്ലാണോ? അനുഭവിച്ചവരും കണ്ടവരും കൊണ്ടവരും പറയണം. എന്തായാലും അവിടെ രണ്ടുമുണ്ടായി. ഇതാണ് UDFൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ.